അങ്ങനെ തന്നെ. എന്താ ഇവിടെ കാര്യം? കയ്യം വിട്ടാട്ടോ, നമ്മളെ കഴുത്തൊക്കെ നേരായില്ലേ? നടക്കി. നീ എന്തടാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? മൊലക്കല്ല മൊല്ലാക്ക. മൊല്ലാക്ക വരുന്നതിന് നിനക്കെന്തടാ? ആ മൊല്ലാക്ക നമ്മുടെ വീട്ടിലൊരു അസ്മാദിയാ. ഈയിടെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്നുണ്ട്. ഇടയ്ക്കായിട്ട് വീട്ടിലേക്ക് വരുമോ മുല്ലാക്ക? ഇടയ്ക്കൊക്കെ എന്റെ വീട്ടിൽ വരുന്നുണ്ട്. Yes, once again welcome back to my home. Ba. Hi കുട്ടൂസ്. Hi അച്ഛാ. ഞാൻ പോന്നേക്കെ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. ഓക്കെ. ഓയ് മിഥുൻ അങ്കിളിനെ മനസ്സിലായോ? മോന്റെ അച്ഛന് അമ്മയെ കല്യാണം കഴിക്കാൻ സഹായിച്ച അങ്കിളായത്. താങ്ക് യു അങ്കിൾ. അതെന്തിനാ? അച്ഛനും അമ്മയും കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവില്ലല്ലോ. 6 വയസ്സേ ഉള്ളെങ്കിലും 16 വയസ്സിന്റെ വർത്തമാനാ. ആ മോനിരിക്കേ. എന്റെ ഉമ്മച്ചിയെ, ഇതാരാ വന്നിരിക്കുന്നത്? വന്നറോ? ഞാൻ കരുതി ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുമെന്ന്. പക്ഷെ മാധവേട്ടനെ കാണാറുണ്ടെന്നും വിളിക്കാറുണ്ടെന്നൊക്കെ ഞാൻ അറിയാറുണ്ട് കേട്ടോ. അപ്പൊ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാറുണ്ടല്ലോ. എല്ലാവരെയും കാണണമെന്നൊക്കെ ഉണ്ട്. ഇനി ഈ ജന്മത്തിൽ അത് നടക്കൂ? അതെന്താ നടക്കാത്തത്? എന്നോട് എല്ലാവർക്കും ദേഷ്യമല്ലേ? ഷാഹിന എന്ത് പറയുന്നു? അല്ല, നിങ്ങളുടെ നിക്കാഹ് എന്തിനാ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നേ? വല്യമ്മ ജയിലിനതിനു ശേഷം നിക്കാഹും ആഘോഷങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ഞാനാണോ? നമ്മുടെ കുടുംബക്കാരല്ലേ. അങ്ങനെ 7 വർഷം കടന്നുപോയി. വല്യമ്മ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നിക്കാഹെന്ന് വീട്ടിൽ തീരുമാനമായി. പക്ഷെ അപ്പോഴാണ് ആ ദുരന്തം ഉണ്ടായത്. ദുരന്തോ? ആർക്ക്? അത് എന്താ അൻവറെ, എന്താ ഉണ്ടായത്? അപ്പൊ ഡോക്ടറൊന്നും പറഞ്ഞില്ലേ? എന്താ മാധവേട്ട? എന്ത്? ഒന്നുമില്ല. അൻവർ പറഞ്ഞു. അതോ, അത് പിന്നെ നിക്കാഹിന്റെ കാര്യം തന്നെ. ഷാഹിനയായിട്ടുള്ള നിക്കാഹ് പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിരുന്ന പെട്ടെന്നല്ലേ അവള് പറയുന്നത് എനിക്കെന്തോ നേർച്ചയുണ്ട്, നിക്കാഹ് ഇപ്പൊ വേണ്ട, 1 വർഷം കഴിഞ്ഞ് മതി എന്നൊക്കെ. അതിലും വലിയ ദുരന്തം വേറെ എന്തുണ്ടാവാൻ? എന്ത് വലിയ ദുരന്തമല്ലടാ. അതല്ല, മാധവേട്ടൻ എന്നിൽ നിന്നും എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിന്റെ അടുത്ത് ഞാൻ എന്ത് മറയ്ക്കാനാ? മാധവേട്ടൻ കള്ളം പറഞ്ഞ എനിക്ക് മനസ്സിലാവും. എന്തിനാ മറച്ചു വെക്കുന്നേ? വാഹിദ അറിയട്ടെ. കാസിമിന് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ വാഹിദ അറിഞ്ഞല്ലേ പറ്റൂ. എന്റെ വാപ്പയ്ക്ക് എന്താ പറ്റിയത്? ഞാൻ പറയാം. 7 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് വല്യമ്മ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം നാരായണക്കുറുപ്പ് കാത്തിരിക്കുന്നുണ്ടാവൂല്ലേ മകനെ കൊന്ന് എന്നോട് പ്രതികാരം ചെയ്യാൻ? അങ്ങനെ ഒരു പക അയാളെ മനസ്സിൽ കൊണ്ടു നടക്കണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അതൊക്കെ പടച്ചോൻ വിധിച്ച പോലെ വരട്ടെ. അൻവറേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിന്റെയും ഷാഹിനാടെ നിക്കാഹ് നടത്തില്ല. റഹ്മാനെ, വളരെ അടുത്ത ബന്ധുക്കളോട് മാത്രം പറഞ്ഞാൽ മതി. പറയുന്ന കൊണ്ടൊന്നും തോന്നരുത്. വാഹിദ മുംബൈയിൽ തനിച്ച് താമസിക്കുകയാണെന്ന ഇസ്മായിലിന് കിട്ടിയ അറിവ്. അവളെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്ന ചിലർക്കൊക്കെ അഭിപ്രായമുണ്ട്. അതെ, അമ്മായിക്കൊരു ആശ്വാസമായിരിക്കും അത്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അതിന് താല്പര്യമില്ല. പറങ്കിയത്ത് തറവാടിന്റെ പരിസരത്തെങ്ങാനും അവള് കാലൂത്തിയ കൊല്ലും ഞാൻ അവളെയോ അവൾക്ക് കൂട്ടുന്നവരെ. വീരൻകുട്ടി, വണ്ടിയെടുക്കടാ. വല്യമ്മക്ക് ബോധം തെളിഞ്ഞത് 3 ആഴ്ചയ്ക്ക് ശേഷമാണ്. ജീവൻ രക്ഷിക്കാനായെങ്കിലും ശരീരം തളർന്നുപോയി. 3 മാസത്തോളം ചികിത്സിച്ചിട്ടും വല്യമ്മയുടെ അവസ്ഥയിൽ ഒരു മാറ്റവും വന്നില്ല. ഒടുവിൽ ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞ് വല്യമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പോൾ മാമയുടെ ചികിത്സയ്ക്ക് ഒരു ഫിസീഷ്യനെ വീട്ടിൽ നിയമിക്കാനുള്ള തയ്യാറെടുപ്പില്. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് മാമ എഴുന്നേക്കൊന്ന് പഴയതുപോലെ ആകുമെന്ന്. ഡോക്ടർ വിചാരിച്ച അലോപ്പതി ഡോക്ടേഴ്സ് കൈവിട്ട എത്രയോ പേഷ്യൻസിനെ ഡോക്ടർ ചികിത്സിച്ച് സുഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ശ്രമിക്കാം. ബാക്കിയൊക്കെ ഈശ്വരന്റെ കയ്യിലല്ലേ. എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അത് വേണ്ട,
ഡോക്ടർ ആരാന്നറിഞ്ഞാൽ പറങ്കിത്താര് മുഴുവൻ ഇങ്ങോട്ട് വരും. പിന്നെ വെളുക്കാൻ വെച്ചത് പാണ്ടാവും. രോഗിയെ കാണാതെ രോഗിയില്ലാതെ ചികിത്സിക്കാൻ പറ്റുമോ? ഡോക്ടർക്ക് അങ്ങോട്ട് വരാലോ. എന്തിന്? കൊല്ലാൻ കൊടുക്കാനാ? എടാ 5-6 വർഷം കഴിഞ്ഞെങ്കിലും അവർക്ക് ഇപ്പോഴും വാഹിതയോടുള്ള പകയ്ക്ക് 1% പോലും കുറവ് വന്നിട്ടില്ല. അത് വാഹിതയോടല്ലേ? മാധവൻ കുട്ടി അവിടെ ആർക്കും അറിയില്ല. ആര് പറഞ്ഞു? അവിടെ ഇസ്മയിൽ എന്ന് പറഞ്ഞ ഒരുത്തനില്ലേ, അവൻ എന്നെ നല്ലോണം അറിയാം. അയാളൊക്കെ അവിടെ ഇല്ല. അയാൾ വലിയമ്മാനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് നേർച്ചയും വഴിപാടൊക്കെ ആയിട്ട് നടക്കുക. ഡോക്ടർ പറഞ്ഞു പ്ലീസ്. നീ എന്താ ഈ പറയുന്നത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? എന്റെ ഹോസ്പിറ്റലിലെ പേഷ്യൻസ്. അതിന് ഡോക്ടറെക്കാൾ നല്ലൊരു ഡോക്ടർ ഇവിടെ തന്നെ ഇല്ലേ? ആരെ? എന്റെ അച്ഛനാ. 2-3 ദിവസത്തെ കാര്യങ്ങളൊക്കെ കൃഷ്ണൻ വൈദ്യര് നോക്കിക്കോളൂ. വൈദ, നീ കഴിക്കാൻ ഭക്ഷണം എടുത്തു വയ്ക്ക്. ഇവന്റെ കാര്യം നീ വന്നേ. മാധവേട്ടനെ വിശ്വസിച്ചിട്ടാണല്ലോ ഞാൻ എന്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇറങ്ങി പോന്നത്. അതിനുശേഷം ഇന്ന് വരെ ഞാൻ എന്റെ വീട്ടുകാരെ കാണണമെന്നോ അങ്ങോട്ട് പോണമെന്നോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് എനിക്ക് എന്റെ ബാപ്പയെ കാണണം. എനിക്ക് എന്റെ വീട്ടിൽ പോണം. വനിത, നിന്റെ ബാപ്പ മാത്രം ഇവിടെ തളർന്നു കിടക്കുന്നുള്ളൂ. നിന്നെ കൊല്ലാൻ കാത്തിരിക്കുന്ന കുറെ ബന്ധുക്കളും കൂടിയുണ്ട് അവിടെ. മാധവേട്ടൻ മനസ്സ് വെച്ചാ എന്റെ ബാപ്പയെ എണീപ്പിച്ച് നടത്താൻ പറ്റുമെന്ന് എനിക്കറിയാം. വാഹിത, ഞാൻ പറയുന്ന ഒന്ന് വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ ബാപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്തൊരു കഷ്ടമാണത്. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ലല്ലോ. പല നല്ല തീരുമാനങ്ങളും ബെഡ്റൂമിൽ വെച്ച് ഉണ്ടാവുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ കൂടെ വരാൻ തീരുമാനിച്ചു അല്ലേ? തീരുമാനിക്കേണ്ടി വന്നു. പിന്നൊരു കാര്യം, ഈ മാധവൻകുട്ടി എന്നുള്ള പേരൊന്നും ഒരു നല്ല മുസ്ലിം പേര് കണ്ടു. എന്തിന്? ഈ വാഹിദർ ഒളിച്ചോടതിന് ശേഷം അവിടെ അന്യമതക്കാരെ കേട്ടാറില്ല. ആണ്. പേര് മാറ്റി മതം മാറ്റി ഈ പരിപാടിക്ക് എന്നെ കിട്ടില്ല. നീ പോടറക്കാവിടുന്ന്. ഇതുവരെ പോയില്ലേ? അകത്ത് നല്ല പ്രശ്നമുണ്ടല്ലേ? എന്ത് വേഷവും കെട്ടാം. അന്യമതക്കാർക്ക് പ്രവേശനമില്ല. പൊക്കോളൂ. എന്താ പ്രശ്നം? നമ്പൂരിയായി എനിക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല. കണ്ടില്ലേ എഴുതി വെച്ചിരിക്കണേ? അതിന് താൻ ബ്രാഹ്മണനാണെന്ന് ഇവിടെ ആർക്കറിയാം? അതുകൊണ്ട് ഇനി മുതൽ താൻ ഖാദർ. ആര്? ഖാദർ. ഖാദർ. ഭഗവാനെ, ഇനിയിപ്പോ സുന്നത്ത് കഴിക്കേണ്ടി വരുമോ? വരണ്ടായിരുന്നു. ഇതെന്തിനാ? ഇപ്പൊ തന്നെ കണ്ട അസലൊരു ഇറച്ചി വിട്ടുകാരനാണെന്നേ പറയുള്ളൂ. ആണോ? മുണ്ട് വേണ്ട. ഷഡ്ഡി ഞാൻ ഊരില്ലാട്ടോ. മുണ്ട് ഇടത്തോട്ട് കൊടുക്കാൻ. ഇങ്ങനെ ഒരു അസിസ്റ്റന്റിനാണല്ലോ പടച്ചോനെ എനിക്ക് കിട്ടിയത്. അല്ലാതെ നിവൃത്തിയില്ലല്ലോ. ആരാന്ന്? ഞാൻ ഡോക്ടർ ഷാജഹാൻ. ഇവിടുത്തെ ഇസ്മായിൽ പറഞ്ഞിട്ട് വന്നോ? വാ വാ വാ. അസ്സലാമലൈക്കും. അലൈക്കും അസ്സലാം. അസ്സലാമലൈക്കും. ഖാദറാ? വീരാൻകുട്ടി. ഖാദറാണ്. വീരാൻകുട്ടിന്ന് ഞമ്മള് ഖാദറാ. അയ്യേ. ആരാ? പല വലിയ വലിയ ഹോസ്പിറ്റലുകളും തമ്മിൽ കോമ്പറ്റീഷനാണ് എന്നെ കിട്ടാൻ. എന്നിട്ടെന്താ പോവാഞ്ഞേ? അത് പിന്നെ ഇസ്മായിൽ ഒരു കാര്യം പറഞ്ഞ് എനിക്ക് അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ. കാസിമിന്റെ കാര്യത്തിൽ എന്ത് തോന്നുന്നു? മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഞാൻ പരിശോധിച്ചു. 1-2 കൊല്ലത്തെ ചികിത്സ വേണ്ടി വരും. പിന്നെ നല്ല പണച്ചെലവുണ്ടാവും. പണം ഒരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് നമ്മള് പല വലിയക്കാട്ട് ഓഫറുകൾ മാറ്റി വെച്ച് ഇങ്ങോട്ട് തന്നെ പോകുന്നത്. അതെ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ചെയ്യാം. പക്ഷേ ആൾ എഴുന്നേറ്റ് നടക്കണം. അതിന് കഴിയോ നിങ്ങൾക്ക്? പിന്നെ അത് ഞാൻ ഏറ്റു. പക്ഷെ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് പറഞ്ഞുറപ്പിക്കണം. എന്നുവെച്ചാ സാറിന് ഫീസ്, താമസം, കമ്മീഷനോ? നോ മിഷ്യൻ ഈ ശ്വസിക്കാനുള്ള ലേന മിഷ്യനെ കഫം വലിച്ചളയണ. പിന്നെ സാഹിബിനോട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു 5 ലക്ഷം രൂപ എനിക്ക് അഡ്വാൻസ് ആയിട്ട് തരണം. നാട്ടിൽ എന്റെ ആശുപത്രിയുടെ പണി നടക്കുക. അതുകൊണ്ട് കാശിന് ഇത്തിരി വെപ്രാളം അല്ല, ആവശ്യം കൂടുതലാ. അതുകൊണ്ടാണ് സായിപ്പേ. ഇതെന്റെ ആശുപത്രിയുടെ സൂപ്പർവൈസറാ. അബ്ദുൽ ഖാദർ. അതെ, ഖാദർ. ഈ ഖാദറിന്റെ എനിക്ക് പണം കൊടുത്തയക്കണമായിരുന്നു. നിങ്ങളുടെ കണ്ടീഷൻസ് എന്ത് തന്നെ ആയാലും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എന്റെ മോൻ എഴുന്നേറ്റ് നടക്കണം. വീരാൻകുട്ടി, ഡോക്ടർക്ക് വടക്കേപ്പുറത്ത് മുറി ഏർപ്പാട് ചെയ്ത് കൊടുത്തേ.
നീ നോക്കിക്കോ, എൻ്റെ ആശുപത്രിയുടെ പണി കഴിയുന്നത് വരെ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. അപ്പോ അങ്ങനെ രക്ഷപ്പെടില്ലേ? പടച്ചവും വിചാരിച്ച രക്ഷപ്പെടാത്ത കേസാണത്. ഇങ്ങനെ ഒരുപാട് പിഴിയണത് ദ്രോഹല്ലേ? അങ്ങേരുടെ കിടപ്പ് നമ്മുടെ പിഴപ്പ്. എന്തേ? എന്നാ പിന്നെ മരുന്ന് കമ്പനിക്കാരോട് സിമന്റ് എത്തിക്കാൻ വിളിച്ചു പറയാ അല്ലേ? താനോട് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലും ലാബിലും പോയി നമ്മുടെ കമ്മീഷൻ ഒന്ന് പറഞ്ഞുറപ്പിക്കണം. ആഴ്ചയിൽ 2 MRI സ്കാൻ, പിന്നെ എല്ലാവിധ ടെസ്റ്റുകൾ വേറെയും. അപ്പൊ ആശുപത്രിയുടെ പണി പെട്ടെന്ന് തീരൂലേ? പിന്നെ 5 ലക്ഷം മേടിച്ചോ? പൊയ്ക്കോ. അതെ, ആക്സിഡന്റ് സമയത്ത് വണ്ടി ഓടിച്ചത് നമ്മളായിരുന്നു. തലനാരിഴയ്ക്കാണെന്ന് രക്ഷപ്പെട്ടത്. എൻ്റെ കൈക്ക് ഇപ്പോഴൊരു വേദന ബാക്കിയുണ്ട്. ഒന്ന് നോക്കൂ. കൺസൾട്ടേഷൻ ഫീ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ഇതുപോലെ അഡ്വാൻസ് വാങ്ങിയിട്ടേ ഞാൻ ചികിത്സിക്കാറുള്ളൂ. ഡോക്ടറിന്റെ സ്വന്തം ഭാര്യയുടെ ധൈര്യമായിട്ട് കയറിക്കോ. ഡോക്ടർ ഒരു കാര്യം ചെയ്യ്, ഇവിടെ വെയിറ്റ് ചെയ്യ്. ഞാൻ പോയി വെല്ലുപ്പാപ്പാക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വരാം. ഒന്ന് നിന്നേ. ഇത് എവിടെ പോയിരിക്കായിരുന്നു? ആരോടും ഒന്നും പറയാതെ ഇത് എവിടെ പോയതാ? ഹേടി മോളെ, നമ്മുടെ നിക്കാഹ് ഉടനെ നടക്കാൻ പോകുന്നു. ഓ പിന്നെ, വാപ്പ ഇങ്ങനെ കിടക്കുമ്പോഴല്ലേ നിക്കാഹ്? നിന്റെ വാപ്പച്ചി എഴുന്നേപ്പിച്ച് നടത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്കിക്കോ. എന്താ രണ്ടാളും കൂടെ അവിടെ? അത് ഞാൻ ഒരു ഡൗട്ട് ചോദിക്കായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിക്കാഹ് കഴിഞ്ഞിട്ട് മതിയെന്ന്. ഞാൻ ഒപ്പ അവിടെ നിന്ന് ചോദിക്കായിരുന്നു. നീ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നുള്ളൂ. എന്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. ഡോക്ടർ, ഇത് വെല്ലുപ്പാപ്പ സോയ സാഹിബ്. അൻവറിന്റെ ചങ്ങാതിയായി ഡോക്ടറെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് വിശ്വാസം തോന്നി. അല്ലെങ്കിലും എനിക്ക് അലോപ്പതിയെക്കാളും ആയുർവേദത്തിലാണ് വിശ്വാസം. മർഹബാ, യാ അല്ലാഹ്. അൽഹംദുലില്ലാ. നീ അള്ളാഹുവിന്റെ അനുഗ്രഹമുള്ളവനാണ്. എന്റെ കാസിം രക്ഷപ്പെടും. പടച്ചോന്റെ കൃപയിൽ വിശ്വസിക്കാം. എന്താ ഡോക്ടറുടെ പേര്? മമ്മൂട്ടി. ഡോക്ടർ മമ്മൂട്ടി. മമ്മൂട്ടിയോ? അതെ അതെ, മമ്മൂട്ടി. മമ്മൂട്ടി വൈദ്യർ. ഡോക്ടർ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് ഷാഹിന, വാഹിദയുടെ അനുജത്തി അല്ലേ? ആ പേരിവിടെ ആരും പറയാറില്ല. ക്ഷമിക്കണം, ഇങ്ങോട്ട് വരുന്ന വഴി അൻവർ ഇവിടുത്തെ കുടുംബത്തിലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചായിരുന്നു. ഷാഹിന, മമ്മൂട്ടിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. അൻവറെ, യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, മമ്മൂട്ടി വിശ്രമിക്കട്ടെ. താമസമൊക്കെ എന്റെ മുറിയിലായിക്കോട്ടെ. ആയിക്കോട്ടെ. മമ്മൂട്ടി വൈദ്യർ വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. ഡോക്ടറിന് മമ്മൂട്ടി എന്നുള്ള പേരവിടെ നിന്ന് കിട്ടി? എടാ, നമ്മുടെ നാട്ടിൽ പെട്ടെന്നൊരു മുസ്ലിമിന്റെ പേര് പറയാൻ പറഞ്ഞ മമ്മൂട്ടി എന്നല്ലാതെ വേറെ ഏത് പേര് മനസ്സിൽ വരാനടാ? അത് ശരി. വാ. നിക്ക്, ഡോക്ടർ ഷാജഹാന്റെ ട്രീറ്റ്മെന്റ് നടക്കാണ്. ഷാജഹാൻ? അതെ, ഫിസിഷ്യൻ ഇസ്മായിലിന്റെ റെക്കമെൻഡേഷനാ. ഇസ്മായിലിന്റെ? അതെ, ആരെയും കടത്തിവിടരുന്ന പറഞ്ഞേക്കണേ. പിന്നെ നീ മാറട. ഡോക്ടർ ബ്രേക്കാണെന്ന് തോന്നുന്നു. ഇത് മാമാനെ കൺസൾട്ട് ചെയ്യാൻ വന്ന ആയുർവേദ ഡോക്ടറാണ്.
ഡോക്ടർ മമ്മൂട്ടി. മമ്മൂട്ടിയാ? അസ്സലാമലൈക്കും. എക്സ്ക്യൂസ് മീ, ഐ ആം ഡോക്ടർ ഷാജഹാൻ, ഹായ്. MBBS MD. ഓ, അദ്ദേഹത്തൊന്ന് തിരിച്ചു കിടത്താൻ പറ്റുമോ? എന്തോ ഇവിടെ മാമ കനം കൂടുതലാട്ടാ. പതുക്കെ. ഇപ്പൊ മറിച്ചിടും. ഇവിടെ അല്ലേ? ഇതൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്ന മരുന്നുകളാണോ? പിന്നല്ലാതെ. മരുന്ന് കമ്പനികൾക്ക് വേണ്ടി ആവരുത് ഡോക്ടേഴ്സ് മരുന്ന് കുറിക്കുന്നത്. രോഗത്തിന്റെ കാരണം കണ്ടെത്തി വേണം ചികിത്സിക്കാൻ. അതെ, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ ചികിത്സിക്കണോ വേണ്ടേ? ഡോക്ടർ ഷാജഹാന്റെ കഴിവിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല ഡോക്ടർ മമ്മൂട്ടിയെ വരുത്തിയത്. രോഗിയായ മകനെ സുഖപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളും അവൻ്റെ ബാപ്പ എന്നുള്ള നിലയ്ക്ക് ഞാൻ ശ്രമിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യം ഏത് മാർഗത്തിലാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. എന്നാ ഇനി ഈ ആയുർവേദം പരാജയപ്പെടുമ്പോൾ ഞാൻ നോക്കാം. ഞാനിവിടെ തന്നെ ഉണ്ടാവും. അങ്ങ് വിഷമിക്കണ്ട. ഇദ്ദേഹത്തിന്റെ കാര്യത്തില് നല്ല മാറ്റം വരും, ഞാൻ ഉറപ്പ് തരുന്നു. ഇത് മതി, ട്രീറ്റ്മെന്റിന് പറ്റിയ സ്ഥല. നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉണ്ട്. വീരാൻകുട്ടി, പിന്നെ ഞാൻ പറയുന്ന അങ്ങാടി മരുന്നും പച്ചമരുന്നൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. പിന്നെ കൂടെ തന്നെ ഉണ്ടാവണം, ഒരുപാട് പണിയുള്ളതാണേ. എന്റെ പൊന്നു ഡാക്ടറെ, ഈ ദുനിയാവിലുള്ള ഏത് അങ്ങാടി മരുന്നും നമ്മളിവിടെ കൊണ്ടുവന്ന് എത്തിക്കാം. പക്ഷെ പണി ദേ 2 കൈ കൊണ്ട് 10 ആളുടെ പണിയെടുത്തിരുന്ന ആളാ. ഇപ്പ ഒന്നല്ലേ ഉള്ളൂ. കൈക്കെന്ത് പറ്റി? സ്വാധീനമില്ല. എത്രയോ ആശുപത്രി കയറി ഇറങ്ങി, എന്തോ ഒരു ചികിത്സ നടത്തി, ഒരു ഫലവും ഉണ്ടായില്ല. ഞാനൊന്ന് നോയിക്കോട്ടെ. 101 ദിവസം 2 നേരം കഷായം നോക്കിക്കോ. അലോപ്പതിക്ക് പറ്റാത്തതാണ് ഇനി ആയുർവേദം. ഇവിടെ ഇല്ലേ വേദന? അവിടെ തന്നെ. ഈ മുറിവൈദ്യൻ ആളെ കൊല്ലുന്ന ചൊല്ല്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മമ്മൂട്ടിയാ. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോക്ടർ മമ്മൂട്ടിയാ. സംശയം മാറിയില്ലേ? ഡോക്ടറെ കഴിവിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായില്ലേ? ചക്ക വീണു മുയല് ചത്തു. ഡോക്ടർ ഒരു മിനിറ്റ്. എന്തിനാണാവോ? ഡോക്ടറുടെ മുഖത്തുനിന്ന് ഒരു വിളർച്ച പോലെ. അത് വിളർച്ചയല്ല, ആ മോന്ത വളിച്ചതാ. ഹലോ, ഇത് ജനിച്ചപ്പോ മുതൽ ഇങ്ങനെ. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എത്ര കാലായി? എന്താണാവോ? ഒന്നുമില്ല, ഒരു CT സ്കാൻ എടുക്കുന്നത് നല്ലതാ. മുഖം നോക്കിയാണോ കണ്ടുപിടിച്ചത്? പ്രാരംഭഘട്ടത്തിൽ ചികിത്സിച്ചാൽ ഭേദമാവാവുന്നൊരു വലിയ ഡിസീസ് ഞാൻ ഡോക്ടറുടെ മുഖത്ത് കാണുന്നുണ്ട്. എന്ത് ഡിസീസ്? എല്ലാ മനുഷ്യർക്കും ഒരു ഹാലോ ഓറ ഉണ്ടാവില്ലേ, അത് ഉദ്ദേശിച്ച് പറഞ്ഞാണേ. ഈ ഹോലോയും ഓറയും തമ്മിൽ എന്ത് ബന്ധം? നിങ്ങൾ തന്നെ ഒന്ന് നോക്കി ഇങ്ങയുടെ മുഖത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാ ചെക്ക് ചെയ്യാം. എന്ത് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ ഓക്കെ. ഓ, വരൂ ഡോക്ടർ. ഉമ്മ, ബാപ്പയെ ചികിത്സിക്കാമെന്ന പുതിയ ഡോക്ടറാ. എന്താ സുഖം? കാലിന് വല്ലാത്തൊരു വേദന. ഞാനൊരു കുഴമ്പ് തരാം, അത് പുരട്ടിയാ മതി. ഉമ്മയ്ക്ക് 100 അസുഖങ്ങളാ. ഇന്ന് കാലിനാണെങ്കിൽ നാളെ കൈക്ക്. എന്നാ ഞങ്ങൾക്കറിയാം അസുഖം മനസ്സിനാണെന്ന്. ഇത്ത പോയതിനു ശേഷം ഉമ്മ ഇങ്ങനെയാ. നീ ചെയ്തു പോയ തെറ്റുകൾക്ക് നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. നിശ്ചയമായും അള്ളാഹു ക്ഷമിക്കുന്നവനും പൊറുക്കുന്നവനുമാകുന്നു. അതുപോലെ നിന്റെ സന്താനങ്ങൾ നിന്നോട് ചെയ്തു പോയ തെറ്റുകൾ നീയും പൊറുക്കുക. ഇന്നല്ലാഹു മഹസാബരിൻ, നിശ്ചയമായും അള്ളാഹു ക്ഷമിക്കുന്നവനോടൊപ്പമാകുന്നു. ഹജ്ജിന് പോകുന്നൊരു മുസൽമാന്റെ മനസാന്നിധ്യം ഉണ്ടാവണം അങ്ങേക്ക്. ശരീരവും മനസ്സും അള്ളാഹുവിന് സമർപ്പിക്കുക. പരിപൂർണ വിശ്വാസം എന്നിലും ഉണ്ടാവണം. ബാക്കിയെല്ലാം പടച്ചോന്റെ കൃപ. അതെ, മെഡിക്കൽ റിപ്പോർട്ട് കിട്ടി.
മെഡിക്കൽ റിപ്പോർട്ട് കിട്ടി. മെഡിക്കൽ റിപ്പോർട്ട് കിട്ടി മോനെ. മമ്മൂട്ടി ഡോക്ടർ പറഞ്ഞത് കറക്റ്റ് അല്ലേ? നോണ, എന്റെ ബോഡിയാ ബോഡി. എവിടെ കള്ളൻ? കിട്ടി. എനിക്കൊന്നുമില്ല. ഹലോ, എനിക്കൊന്നുമില്ല. തലയുടെ സ്കാനിങ് റിസൾട്ട് കിട്ടിയോ? അതും കിട്ടി. അതിനകത്തൊന്നുമില്ല. അതിനകത്തൊന്നുമില്ലെന്നറിയാം, പക്ഷെ വേറെ ചിലതിൽ പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രഷറും ഷുഗറൊക്കെ നോർമലാ, പക്ഷെ കൊളസ്ട്രോൾ കുറച്ച് കൂടുതലല്ലേ? ആര് പറഞ്ഞു? 450 ഇല്ലേ? ട്രൈഗ്ലിസറൈഡ് 550. അത് കൂടുതലല്ലേ? ഒരിത്തിരി. ആ, ഞാൻ പറഞ്ഞ വാല്യൂസ് ഒക്കെ കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ പറയണം. LFT-യിലെ ചെറിയ പ്രശ്നങ്ങളില്ലേ? ആര് പറഞ്ഞു? ലിവർ ഫംഗ്ഷനിങ് ടെസ്റ്റിൽ ഫാറ്റി ലിവറിൽ കാണിക്കുന്നത്. ഇങ്ങനെ പോയ ലിവർ സിറോസിന് വലിയ താമസമില്ല കേട്ടോ. ഹൈ, ഡോക്ടർ ഒന്നും പഠിച്ചിട്ടില്ലേ? അതിന് ഞാൻ കുടിക്കില്ല, വലിക്കില്ല. ഇതിന് വലിയും കൂടിയൊന്നും വേണ്ടല്ലോ. മട്ടനും ബീഫൊക്കെ നല്ലോണം അടിച്ചു കയറ്റുന്നില്ലേ? അത് മതി ഇത് വീർക്കാൻ. മൂത്രം നല്ല മഞ്ഞ കളറിലാണ് പോണത്. ഉറക്കമാണെങ്കിൽ തീരെ ഇല്ല. ഇതേപോലെ എല്ലാ അസുഖങ്ങളും തികഞ്ഞൊരാളെ എനിക്കറിയായിരുന്നു. അലോപ്പതിയിലായിരുന്നു ചികിത്സ, പക്ഷേ ആള് 3 മാസത്തിനുള്ളിൽ തട്ടിപ്പോയി. ഡോക്ടർ മമ്മൂട്ടി, ഈ ആയുർവേദത്തിൽ ഇതിന് വല്ല പരിഹാരവും ഉണ്ടല്ലോ. നായങ്കിരണ പരിപ്പും അമുക്കുരവും സമം ചേർത്ത് അയ്യോ, അവിടെ തേച്ചു വെക്കാനാ. ഡോക്ടർ എന്നെ രക്ഷിക്കണം. എന്നോട് ഇത്രയും ശത്രുത വിചാരിക്കരുത്. അറിവില്ലായ്മ മൂലം അല്പം അഹകരിച്ചു പോയി. അത് മനസ്സിലായി. പിന്നെ ഇതാരും അറിയരുത്. ഇത് ഈ കൂടുതൽ ഇനി ആരറിയാൻ? ദാ കാസിമിനിപ്പോ ശരീരം മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട്, പക്ഷേ ശാരീരികമായി സുഖം പ്രാപിച്ചിട്ട് കാര്യമില്ല. കാസിം എഴുന്നേറ്റ് നടക്കണമെങ്കിൽ മനസ്സും കൂടി തയ്യാറാവണം. അതിനെന്താ ഒരു മാർഗം? മറുമരുന്ന്. സത്യത്തില് ഈ തറവാട്ടിലെ 2 പേഷ്യൻസിനും വേണ്ടത് ഒരേ മരുന്നാ. ആ മരുന്ന് ഇവിടെ എത്തിച്ചാലേ ചികിത്സ ഫലിക്കൂ. ലോകത്തെവിടെയാണെങ്കിലും എത്ര പണം മുടക്കേണ്ടി വന്നാലും ആ മരുന്ന് ഇവിടെ എത്തിച്ചേരാം. പറഞ്ഞാൽ മതി. എന്ത് മരുന്നാ വേണ്ടത്? മരുന്നിന്റെ പേര് കേട്ട ആരും ശോഭിക്കരുത്. കാസിം കട മൂത്ത മകൾ വാഹിദ. പോയി. ഓള് മയ്യത്തായിട്ട് 7 വർഷം കഴിഞ്ഞു. അങ്ങനെ ചിന്തിക്കരുത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരത്ത് വാഹിദ ഇങ്ങോട്ട് തിരിച്ചു വന്ന മയ്യത്തായവർ തിരിച്ചു വന്ന ജിന്നായിട്ടേ കാണൂ. വാഹിദ എവിടെ എത്തിച്ചാൽ കാസിമിന്റെ ചികിത്സയ്ക്ക് ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് ഉറപ്പാണോ? അതങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറയോ? അതെ, നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? അതൊന്നും വേണ്ട. എനിക്കറിയാം വാഹിദ എവിടെ ഉണ്ടെന്ന്. ആവശ്യമുള്ള പണം ഞാൻ ഇസ്മായിൽ വഴി കൊടുത്തയക്കാറുണ്ട്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് അതിനൊരു മുടക്കവും വന്നിട്ടില്ല. ഇപ്പോ ഒരു ഫ്ലാറ്റ് വാങ്ങണമെന്ന് ആവശ്യം പറഞ്ഞപ്പോൾ അഷ്കറിന് വേണ്ടി ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ വച്ചിരുന്ന പണം 2-3 പ്രാവശ്യമായി ഞാൻ കൊടുത്തയച്ചു. കട തുടങ്ങാത്തതിൽ അവനും അവൻ്റെ വാപ്പ റഹ്മാനും മുറിവുറുപ്പുണ്ട്. ഞാനത് കാര്യമാക്കിയിട്ടില്ല. സാഹിബ് ഇതുവരെ എത്ര രൂപ ഫ്ലാറ്റിന് മുടക്കി? ഏകദേശം 1 കോടി രൂപ. അതെ, ഫ്ലാറ്റ് വാങ്ങിയതിന്റെ രജിസ്ട്രേഷന് പോയിരിക്കുക ഇസ്മയില്. അല്ലാതെ നേർച്ചയ്ക്കൊന്നുമല്ല. ഇതൊന്നും മറ്റാർക്കും അറിയില്ല. ഇസ്മയില് വിശ്വസ്തനാ. അതെ അതെ, ഇസ്മയില് നല്ല വിശ്വസ്തനാ. അവൻ ഇന്നോ നാളെ വരും. വരുമ്പോ അവൻ വഴി നമുക്ക് വാഹിദയെ വരുത്താം. എന്ത് പറയും? മതി മതി മതി, അത് മതി. അതെ അതെ, ആദ്യം ഇസ്മായിൽ വരട്ടെ. അല്ല, നമ്മൾ വന്ന് ദിവസം കൊള്ളാം. നല്ല മട്ടൻ ബിരിയാണിന്റെ മണം. ഇസ്മായില് കറക്കം കഴിഞ്ഞ് എത്തിയല്ല. മോളെ ഷായിന, സൂക്ഷിച്ചു വെച്ചോളി. സിയാർത്ത് ചെയ്ത് വാങ്ങിച്ച. പിന്നെ ഉപയോഗിക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മള് വെറുതെ കറങ്ങാൻ പോയതല്ല. പിന്നെ കാസിം ക ഓടിച്ചാടി നടക്കാൻ വേണ്ടിയിട്ട് നേർച്ച കഴിക്കാൻ പോയതാണ്. ഇത്തവണ നാഗൂരിലായിരുന്നു നേർച്ച. എന്താ തിരക്ക്! മനുഷ്യന്മാരെ കൊണ്ട് നിൽക്കാൻ പറ്റണില്ല. എന്തായാലും ഇസ്മായിൽക്കാരുടെ പ്രാർത്ഥന ദുവൊക്കെ പടച്ചം കാണുന്നു. അല്ല, കാസിം നമ്മുടെ ആരോഗ്യനില ഓരോ ദിവസം മെച്ചപ്പെട്ടോണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും
പുതിയതായിട്ട് വന്ന ഡാക്ടർ ആള് ബഹുമിടുക്കന. ഒറ്റപ്പിടുത്തത്തിനല്ലേ നമ്മുടെ കൈ ശരിയാക്കിയത്. ഏതായാലും അങ്ങനെ പടച്ചോനായിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. പടച്ചോനല്ല, ആ ഡോക്ടർ ഇവിടെ കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് ഞമ്മക്കാണ്. താൻ കൊണ്ടുവന്ന ഡോക്ടർ അവിടെ കിടപ്പുണ്ട് മമ്മൂട്ടിയുടെ ചികിത്സയില്. മമ്മൂട്ടിയുടെ ചികിത്സയല്ലോ? ഏത് മമ്മൂട്ടി? ഡോക്ടർ മമ്മൂട്ടി. ഡോക്ടർ മമ്മൂട്ടിയാ? അപ്പൊ ഷാജഹാന്റെ പണി കഴിഞ്ഞ? ഷാജഹാന്റെ പണിയും കഴിഞ്ഞു, തന്റെ കമ്മീഷനും പോയി. അല്ലാ. ഈ ഡോക്ടർ മമ്മൂട്ടി എന്ന് പറയുന്ന ഏത് നാട്ടുകാരനാണ്? തിരുവനന്തപുരം. ആളിപ്പോ എവിടെ ഉണ്ട്? ബാപ്പാന്റെ മുറിയിലുണ്ട്. ആണോ? എന്നാ ഒന്ന് കണ്ടേക്കാം. ഡോക്ടർ ആയുർവേദ. സോറി, അലുവ കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. താങ്കു. എന്താടാ ഇസ്മായില ഡോക്ടർ കണ്ടാലേ? ഒന്നുമില്ല, ഞാൻ പറയാം. ഇനി മരുന്ന് കഴിക്കാം. കാസിംക, അസ്സലാമലൈക്കും. വാലൈക്കും സലാം. നീ എപ്പോ വന്നു ഇസ്മായിലേ? ഇപ്പൊ വന്നോളൂ. ഇപ്പോഴാണ് പുതിയ ഡോക്ടർ വന്നു അറിഞ്ഞത്. എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് പോന്ന് വിചാരിച്ച്. ഡോക്ടർ മമ്മൂട്ടി? യെസ്. ദൈവമേ, പോയോ? ഇസ്മായിലേ, ഇസ്മായിലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞമ്മക്കൊന്നും കേക്കണ്ട. ഇസ്മായിലേ, ഞാൻ പറഞ്ഞോട്ടെ. വേണ്ട, ഈ ട്രെയിൻ വെച്ച് ചവിട്ടേന്റെ വേദന ഇപ്പോഴും നമ്മുടെ നെഞ്ചിട്ടുണ്ട്. ഇസ്മായിലേ, സാഹിബേ, ഈ മമ്മൂട്ടി ആരാന്നറിയോ? ഇവന്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? പോയാ? ഇസ്മായിലേ, വാഹിദയ്ക്ക് മുംബൈയിൽ ഒരു ഫ്ലാറ്റ് എടുത്തു കൊടുത്തില്ലായിരുന്നോ? അത് എത്രാമത്തെ ഫ്ലോറിലാ? രജിസ്ട്രേഷനൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ ഇസ്മായിലേ? സായിബ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞായിരുന്നേ. പറഞ്ഞായിരുന്നല്ലേ? മമ്മൂട്ടിയുടെ ശരിക്കുള്ള പേര് എന്താണെന്നാ പറഞ്ഞേ? മുഹമ്മദ് കുട്ടി. PA മുഹമ്മദ് കുട്ടി. അതെ അതെ, ചെമ്പില് മുഹമ്മദ് കുട്ടി. ഇസ്മായിലേ, വാഹിദയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു. അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഇക്കാര്യം നമ്മളല്ലാതെ മറ്റാരും അറിയരുത്. ഇനി ആരെ മറക്കാനാ അല്ലേ? ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. എന്താ? വാഹിദയെ ഇവിടെ കൊണ്ടുവരാൻ. അത് വേണോ? വേണം. അല്ല, ഇവിടുത്തെ മറ്റു കില്ലാടികള് സമ്മതിക്കുവോ? വല്ലവരുടെ അനുവാദം ചോദിച്ചിട്ട് വേണ്ട എന്റെ മോക്ക് അവളുടെ വീട്ടിലേക്ക് വരാൻ. അതെ, എന്നാലും സാഹിബ്. ഇസ്മായിൽ നാളെ തന്നെ മുംബൈയിലേക്ക് പുറപ്പെട്ടോളൂ. ഞാനന്ന് മുംബൈക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. എന്തിന്? വാഹിദയെ കൊണ്ടുവരാൻ. അതിനാ മുതലിരിക്കുന്നത് ഈ മാധവൻകുട്ടിയുടെ കയ്യിലല്ലേ? മാധവൻകുട്ടിയല്ല, മമ്മൂട്ടി. അതെ, മമ്മൂട്ടി. മോനെ മമ്മൂട്ടി, നമ്മൾ 3 പേര് ഒരുമിച്ച് നിന്ന ഈ തറവാട് നമ്മുടെ കയ്യിലിരിക്കും. 50-50-50. വർഷങ്ങളായിട്ടൊരു പാവത്തിനെ പറ്റിച്ചും പോരാ, തനിക്ക് ഇനി വേണല്ലേ? ഇസ്മായിലേ, ഇതുവരെ എത്ര റുപ്യ സമ്പാദിച്ചു? ഓ, കഷ്ടിച്ച് ചെലവ് കഴിഞ്ഞു പോകും മോഹൻലാലേ. മോഹൻലാലല്ല, മമ്മൂട്ടി. മമ്മൂട്ടി. ബോംബെയിൽ ഫ്ലാറ്റ് മേടിക്കാൻ വേണ്ടി 1 കോടി റുപ്യ വാങ്ങിയതോ? അത് പിന്നെ ഞാനൊരു വീട് മേടിച്ച് ഒരു ഇത്തിരി പറമ്പ് മേടിച്ചു. ഇതൊക്കെ ഉപ്പ് പറഞ്ഞ തല വെട്ടും. ചതിക്കരുത് മമ്മൂട്ടി. നിങ്ങൾ പറയുന്ന കേട്ട് അനുസരണയുള്ളൊരു വൃത്തിനായിട്ട് ഞാൻ കൂടെ നിന്നോളാം. അങ്ങനെയാണെങ്കിൽ ഒരു 4-5 ദിവസം നീ ഇവിടെ നിന്ന് മാറി നിൽക്കണം. നിക്കാം. അതിനുശേഷം മുംബൈയിൽ നിന്നും ഫ്രഷ് ആയിട്ട് വരുന്നത് പോലെ വാഹിദയുമായിട്ട് നീ ഇങ്ങോട്ട് വരുന്നു. റബ്ബേ, അച്ഛനിപ്പോ വരും. മാധവേട്ട ശരിക്കും അങ്ങ് തടിച്ചല്ലോ. അത് പിന്നെ എങ്ങനെയാ? നമ്മുടെ വീട്ടിലെ പോലെ സാമ്പാറും പരിപ്പും പപ്പടമാണോ? നിന്റെ കുടുംബത്തിൽ ബിരിയാണി, നെയ്ച്ചോറ്, അത് ഇതൊക്കെ വലിച്ചു കയറ്റല്ലേ? നല്ല തട്ടാ മോളെ. ഇതാരാ? അച്ഛൻ. അല്ല, അങ്കിൾ. മോന്റെ പേര് സൽമാൻ. എന്താ? സൽമാൻ. ആ. അപ്പൊ അങ്കിളോ? അങ്കിൾ തന്നെ. ഒന്ന് പറഞ്ഞേ.
അങ്കിൾ ആ ഇത് സൽമാൻ ആ വരുന്നത് ബോംബെന്ന് ഉം, ഉം.